നമസ്കാരം കൂട്ടുകാരെ. നമ്മളിത് നോക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളാണ്. ഭരണഘടനാ ഭേദഗതികൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെയും വി ഗിരിയുടെയും കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ്. അതായത് 21 മുതൽ 33 വരെ. അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പിന്നെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഡും കൂടെ പറയുന്നുണ്ട്. അതായത് സിന്ധി എന്ന പെൺകുട്ടി, അങ്ങനെ ആലോചിക്കാം. സിന്ധി എന്ന പെൺകുട്ടി സ്വന്തമായിട്ട് വേറെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. സിന്ധി എന്ന് പറഞ്ഞ പെൺകുട്ടി. അപ്പോൾ സിന്ധി എന്ന് പറഞ്ഞ കുട്ടി വീട്ടിലെ രാഷ്ട്രപതി, അതായത് വീട്ടിലെ രാജാവ് എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛനടുത്ത് പറഞ്ഞു അവൾക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരവും ഉണ്ട്, അതുകൊണ്ട് നിർബന്ധമായും അത് വീടിൻ്റെ രാഷ്ട്രപതിയായ അച്ഛൻ അംഗീകരിക്കുകയും വേണമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? സിന്ധി. എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അവൾക്ക് പേഴ്സിൽ പൈസ കൊടുക്കുന്നതൊക്കെ നിർത്തി. ഓക്കെ, അവൾക്ക് പേഴ്സിൽ പൈസ കൊടുക്കുന്നത് നിർത്തി. പിന്നെ കൂടാതെ അവൾക്ക് അച്ഛൻ കൊടുക്കാൻ വച്ചിരുന്ന ഭൂമി, അതും അച്ഛൻ കൊടുക്കത്തില്ല. അച്ഛൻ തന്നെ അവളുടെ ഭൂമിയും കൂടെ സംരക്ഷിച്ചു വെച്ചോളാം, നീ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയില്ലേ, അതും കൊടുക്കൂല എന്ന് പറയും. കേരളത്തിലായിരുന്നു ആ ഭൂമി ഉണ്ടായിരുന്നത്. കേരളത്തിൽ ആ ഭൂമി അച്ഛൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവള് 525 രൂപയും കൊണ്ട് പോയി. ഇവിടെ പോയി 525 രൂപയും കൊണ്ട് പോയി അവൾ കാശുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 545 കോടിയായി. എത്ര കോടിയായി? 545 കോടി അവൾ സമ്പാദിച്ചു. അങ്ങനെ ആന്ധ്രയിലും തെലങ്കാനയിലുമാണ് പിന്നെ അവൾ താമസമായി. അങ്ങനെ അവൾ എന്തായി? ഒരു MP-യും MLA ഒക്കെ ആയി മാറി. പക്ഷെ ഭയങ്കര സമ്മർദ്ദമായിരുന്നേ. അവൾ അങ്ങനെ എന്തായി മാറി? MP-യും MLA-യും എല്ലാം ആയി മാറി. ഞാൻ കഥ ഒന്നുകൂടെ പറയുകയാണേ. സിന്ധി എന്ന് പറഞ്ഞ പെൺകുട്ടി അവൾ അച്ഛനോട് പറഞ്ഞു അവൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും അവൾക്ക് എടുക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അച്ഛൻ എന്താ ചെയ്തേ? അവൾക്ക് പൈസ കൊടുക്കുന്നത് അങ്ങ് നിർത്തി. അവളുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കി. അങ്ങനെ എന്ത് ചെയ്തു? അവൾക്ക് അച്ഛൻ കേരളത്തിൽ കൊടുക്കാൻ വെച്ചിരുന്ന ഭൂമി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് 525 രൂപയും കൊണ്ട് അവൾ പോയി. അവൾ അങ്ങനെ 545 കോടിയാക്കി മാറ്റി. അങ്ങനെ അവൾ എവിടെ പോയി താമസിച്ചു? കേരളത്തിൽ ഭൂമി കൊടുക്കുന്നില്ല പറഞ്ഞേ, ആന്ധ്രയിലും തെലങ്കാനയിലും പോയി താമസിച്ചു. അങ്ങനെ അവൾ എന്തായി മാറി? MP MLA. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഡ് വെച്ചിട്ട് നമുക്ക് ഇന്ദിരാഗാന്ധിയും വി ഗിരിയുടെയും കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതികൾ നോക്കാം. അവരുടെ കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതി 21 മുതൽ 33 വരെയാണ്. അപ്പം ഞാനിനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 21ാം ഭരണഘടനാ ഭേദഗതി. 21ാം ഭേദഗതി നടന്ന വർഷം നമുക്ക് പഠിക്കാം. അത് 1967. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വി ഗിരിയുടെയും കാലത്ത് ഒന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ, 1967. ഓക്കെ, 21ാം ഭേദഗതി. അപ്പോൾ 21ാം ഭേദഗതിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ സിന്ധി എന്ന് പറയുന്ന ഭാഷ 15ാം പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നു. സിന്ധി എന്ന് പറയുന്ന ഭാഷ 15ാം പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ 21ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സിന്ധി എന്ന് പറയുന്ന ഭാഷ കൂട്ടിച്ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ കോഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത് 24ാം ഭേദഗതി 1971. ഓക്കെ, 71-ൽ 2 ഭേദഗതിയാണ് വരുന്നത്. 24ാം ഭേദഗതിയും 26ാം ഭേദഗതിയുമാണ് വരുന്നത്. ഓക്കെ, അതിൽ 24ാം ഭേദഗതിയിൽ പറയുന്നു പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ തുടങ്ങി ഏത് ഭാഗം വേണമെങ്കിലും ഭേദഗതി ചെയ്യാം. അതായത് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ തുടങ്ങി ഏത് ഭാഗവും ഭേദഗതി ചെയ്യാമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 24ാം ഭേദഗതിയിലൂടെ രാഷ്ട്രപതി നിർബന്ധമായും അംഗീകരിക്കുകയും വേണം. രാഷ്ട്രപതി എന്ത് ചെയ്യണം? നിർബന്ധമായും അംഗീകരിക്കുകയും വേണം. ഓക്കെ, അടുത്ത 26ൽ പറയുന്നു നാട്ടുരാജാക്കന്മാർക്ക് 26ാം ഭേദഗതി, അതും വർഷം സെയിം ആണ്, 1971. അതിൽ പറയുന്നു നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കാനിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കി. നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കാനിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കി. അപ്പം 2 കിട്ടിയില്ലേ? അപ്പോൾ 21ാം ഭേദഗതി എന്തായിരുന്നു? 1967 സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജ് 15ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. 1971 24ാം ഭേദഗതിയും 26ാം ഭേദഗതിയും. 24ാം ഭേദഗതിയിൽ
24 ഭേദഗതി പറയുന്നു ഭരണഘടനയുടെ ഏത് ഭാഗവും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം, രാഷ്ട്രപതി നിർബന്ധമായി അംഗീകരിക്കണം. അടുത്ത 26 പറയുന്നു, 26 ഭേദഗതിയിൽ പറയുന്നു നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കാനുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കി. അടുത്ത 29 ഭേദഗതി. 29 ഭേദഗതിയും 31 ഭേദഗതിയും വർഷം 1972 ആണ്. 1972 രണ്ട് ഭേദഗതിയാണ്, 29 31. അപ്പൊ 29 ഭേദഗതിയിൽ പറയുന്നു കേരള ഭൂപരിഷ്കരണ സംരക്ഷണം 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ കേരള ഭൂപരിഷ്കരണത്തിന് സംരക്ഷണം നൽകി കേട്ടോ. കേരള ഭൂപരിഷ്കരണ നിയമത്തിന് സംരക്ഷണം നൽകി, അതിനെ 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. 29 നമുക്ക് ഓർത്തു വയ്ക്കാമല്ലോ. 29 ഭേദഗതി കേരള ഭൂപരിഷ്കരണ സംരക്ഷണം നൽകി 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. അത്രയും കിട്ടുമല്ലോ. ഇനി 72 അടുത്ത ഭേദഗതിയാണ് 31. അതായത് ലോക്സഭാ സീറ്റുകൾ 525 ആയിരുന്നത് 545 മാറ്റി. ലോക്സഭാ സീറ്റുകൾ എത്രയാക്കി മാറ്റി? 525 നിന്നും 545 മാറ്റി. ഇനി അടുത്ത് പറയാം 1973 ആന്ധ്ര, തെലങ്കാന എന്നിവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകി. 32ാം ഭേദഗതിയിൽ പറയുന്നു ആന്ധ്ര, തെലങ്കാന പ്രത്യേക സംരക്ഷണം നൽകി. അത് 1973 ഈ ഭേദഗതി വരുന്നത്. 32ാം ഭേദഗതി. 73 ഒന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. 32ാം ഭേദഗതി ആന്ധ്ര, തെലങ്കാന എന്നിവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകി. അടുത്ത വർഷമാണ് 1974. 74 ഒറ്റ ഭേദഗതിയേ ഉള്ളൂ. 74 ഭേദഗതികളോട് ഇന്ദിരാഗാന്ധി, വി വി ഗിരിയും ആയിട്ടുള്ള ഭേദഗതി തീരുവാണേ. 1974 33ാം ഭേദഗതി MP, MLA എന്നിവരെ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കാൻ പാടില്ല. MP, MLA എന്നിവരെ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 1974 33ാം ഭേദഗതി. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ഇത്തിരി പ്രയാസമാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ മാത്രമേ ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് സ്പീഡിൽ ഒന്ന് പറയുകയാണ്. ഇന്ദിരാഗാന്ധി, വി വി ഗിരിയുടെയും കാലത്ത് എത്ര ഭേദഗതികൾ വന്നു? 21, 24, 26, 29, 31, 32, 33. ഓക്കെ, ആദ്യം 1967 21ാം ഭേദഗതി. 67 ഒന്നേ നമ്മൾ പഠിക്കുന്നുള്ളൂ. 21ാം ഭേദഗതി അതിലാണ് എന്ത് പറയുന്നു? സിന്ധി എന്ന് പറഞ്ഞ ലാംഗ്വേജ് 15ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. അടുത്ത് നമ്മൾ പറയുന്നു 24ാം ഭേദഗതിയും 26ാം ഭേദഗതിയും. 24, 26 അത് വർഷം 1971. വർഷം 1971. 24 പറയുന്നു ഭരണഘടനയുടെ ഏത് ഭാഗവും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ രാഷ്ട്രപതി നിർബന്ധമായും അത് അംഗീകരിക്കുകയും വേണം. അപ്പോൾ 24 പറഞ്ഞു ഭരണഘടന ഏത് ഭാഗവും എഡിറ്റ് ചെയ്യാം, അതായത് ഭേദഗതി ചെയ്യാം, അത് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകരിക്കണം. 26ാം ഭേദഗതി നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കി. അതാണ് 24ാം ഭേദഗതി. ഇനി അടുത്ത് പറയുന്നു 1972 29, 31 ഭേദഗതി. 1972 29ാം ഭേദഗതിയും 31ാം ഭേദഗതിയും. 29ാം ഭേദഗതിയിലാണ് പറയുന്നത് കേരള ഭൂപരിഷ്കരണ നിയമത്തിന് സംരക്ഷണം നൽകി, അതിനെ 9ാം പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നു. 29 ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കേരള ഭൂപരിഷ്കരണ നിയമത്തിന് സംരക്ഷണം നൽകി, അതിനെ 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. ഇനി 72 തന്നെയുള്ള 31ാം ഭേദഗതിയിലാണ് ലോക്സഭാ സീറ്റുകൾ 525 നിന്നും 545 മാറ്റിയത്. അപ്പോൾ 1972 31ാം ഭേദഗതി പ്രകാരം ലോക്സഭാ സീറ്റുകൾ 525 നിന്നും 545 മാറ്റുന്നു. ഇനി പറയുന്നു 1973 32ാം ഭേദഗതി. 32ാം ഭേദഗതിയിലാണ് ആന്ധ്ര, തെലങ്കാന പ്രദേശങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നത്. അപ്പോൾ 1973 32ാം ഭേദഗതി ആന്ധ്ര, തെലങ്കാന പ്രദേശങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇനി അവസാനത്തെ ഭേദഗതിയാണ് 33. അത് വർഷം 1974. MP, MLA എന്നിവരെ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധയോടെ കേട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഒരു നോയ്സിൻ്റെ ചില ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ.